പാകിസ്ഥാൻ വ്യോമസേന ഉപയോഗിക്കുന്ന ചൈനീസ് മിസൈലായ PL-15E എയർ ടു എയർ മിസൈലിന്റെ സുപ്രധാന സാങ്കേതിക വിവരങ്ങൾ ഇന്ത്യക്ക് ലഭ്യമായതായി റിപ്പോർട്ട്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ചൈന അതിവിദഗ്ധമായി നിർമ്മിച്ച അത്യാധുനിക മിസൈൽ സംവിധാനമായ PL-15Eയുടെ സാങ്കേതിക രഹസ്യം ഇന്ത്യക്ക് ലഭിച്ചതായി റിപ്പോർട്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ രംഗത്തിറക്കിയ എയർ ടു എയർ മിസൈൽ സംവിധാനത്തിന്റെ സാങ്കേതിക വിവരങ്ങളാണ് ഇന്ത്യയുടെ കൈകളിൽ എത്തിയിരിക്കുന്നത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നാണ് ഈ മിസൈലിന്റെ സാങ്കേതിക ഘടന വിശദമായി പരിശോധിച്ചതെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 മെയ്യിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ സൈനിക സംഘർഷത്തിനിടെ J-10C, JF-17 യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച PL-15E മിസൈലുകളിലൊന്ന് ലക്ഷ്യം തെറ്റി പഞ്ചാബിലെ ഹോഷിയാർപൂർ ജില്ലയിലെ കമാഹി ദേവി ഗ്രാമത്തിന് സമീപം വീണു. വലിയ കേടുപാടുകളില്ലാതെ വീണ് കിട്ടിയ ഈ മിസൈലിൽ നിന്നാണ് ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധർ നിർണായക വിവരങ്ങൾ ശേഖരിച്ചതെന്നാണ് റിപ്പോർട്ട്. വിക്ഷേപണം പരാജയപ്പെട്ടാൽ സ്വയം നശിക്കുന്ന സംവിധാനം ചൈനയുടെ ഈ മിസൈൽ പതിപ്പിൽ ഉണ്ടായിരുന്നില്ലെന്നും അതിനാലാണ് ഈ മിസൈലിന്റെ പ്രധാന ഘടകങ്ങൾ കേടുപാടുകളൊന്നുമില്ലാതെ ലഭിച്ചതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രോക്സിമിറ്റി ഫ്യൂസും പ്രവർത്തിക്കാതിരുന്നതിനാൽ സാങ്കേതിക പരിശോധന എളുപ്പമായതായും സൂചനയുണ്ട്. DRDO നടത്തിയ പരിശോധനയിൽ മിസൈലിലെ മിനിയേച്ചർ AESA റഡാർ സീക്കറിന്റെ സിഗ്നലുകളും ഫ്രീക്വൻസികളും തിരിച്ചറിഞ്ഞതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. വിമാനവുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന സുരക്ഷിത ഡാറ്റ ലിങ്ക് സംവിധാനവും ജാമിംഗ് പ്രതിരോധ ഫ്രീക്വൻസി എജിലിറ്റി സംവിധാനവും ഇന്ത്യ ഡീകോഡ് ചെയ്തതായും പറയുന്നു. മിസൈലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിലെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. തേജസ്, സുഖോയ് Su-30 MKI, റഫാൽ വിമാനങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനനുസരിച്ച് നവീകരിച്ചതായും വിവരമുണ്ട്. റഫാൽ വിമാനങ്ങളിലെ സ്പെക്ട്ര പ്രതിരോധ സംവിധാനത്തിലും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഉൾപ്പെടുത്തിയതായാണ് സൂചന. ഇതോടെ ഭാവിയിൽ PL-15E മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണ ശ്രമങ്ങൾ വായുവിൽ വെച്ച് തന്നെ ജാം ചെയ്യുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യാനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈവന്നുവെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിശദീകരിക്കുന്നത്. മാർക്ക് 5-ൽ കൂടുതലുള്ള വേഗതയും 145 കിലോമീറ്ററിലധികം ദൂരപരിധിയും കൈവരിക്കുന്ന ഡ്യുവൽ പൾസ് സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് മോട്ടോറാണ് PL-15Eയുടെ പ്രധാന സവിശേഷത. ഈ സാങ്കേതിക വിദ്യകൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന അസ്ത്ര മാർക്ക് 2 മിസൈൽ പദ്ധതിയിലും ചില നവീകരണങ്ങൾ ഉൾപ്പെടുത്താൻ DRDO പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചൈനയുടെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകളിലൊന്നായ PL-15Eയുടെ വിവരങ്ങൾ ചോർന്നതിനെ തുടർന്ന് പാകിസ്ഥാനും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ മിസൈൽ സംവിധാനത്തിന്റെ സാങ്കേതിക വിവരങ്ങൾ മനസ്സിലാക്കാനായത് പ്രതിരോധ രംഗത്തെ പ്രധാന രഹസ്യാന്വേഷണ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഈ മിസൈൽ സംവിധാനത്തിൽ നിന്നും ഇന്ത്യ ചോർത്തിയ വിവരങ്ങളിൽ താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.